അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ടവരെ, ഇന്ന് SNEC ദിനമാണ്. SNEC എന്നത് സമസ്തയുടെ കീഴിൽ ഒരു വർഷമായി വളരെ വ്യത്യസ്തമായ സമഗ്രമായ വൈവിധ്യങ്ങളുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ 1ാം വാർഷികത്തിൻ്റെ ദിവസം. ഈ ദിവസം SNECയെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനും അതിൻ്റെ പാഠ്യ പദ്ധതിയെക്കുറിച്ചും ഭാവി സാധ്യതകളെക്കുറിച്ചും നമുക്ക് വിലയിരുത്തി തരുന്നതിനും നമ്മുടെ മുൻപാകെ ബഹുമാന്യനായ സമസ്ത മുഷാവറ അംഗം, ദുബൈ ഔക്കാഫിലെ മുൻ ഉദ്യോഗസ്ഥൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, പണ്ഡിതൻ ഒക്കെയായ ആദരണീയനായ SNECയുടെ അക്കാദമിക സമിതി ചെയർമാൻ അബ്ദുസ്സലാം ബാക്കവി നമ്മോടൊപ്പം ഉണ്ട്. ഉസ്താദിനെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഉസ്താദ്. നമ്മൾ ആദ്യമായി ഈ ചർച്ചയിൽ, പൊതുവെ ഇത്തരം ചർച്ചയിൽ, വിദ്യാഭ്യാസ ചർച്ചയിൽ വ്യക്തിപരമായ അവലോകനങ്ങൾ അപ്രസക്തമാണെങ്കിലും ഇത് ഇപ്പോഴ് പ്രസക്തമാണ്. വർഷങ്ങളായി ഔക്കാഫില് അവിടെ പള്ളിയിൽ ഇമാമായി ദീവാൻ പോലുള്ള ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിക്കപ്പെടുകയും വാല്യൂ ഉള്ള ഒരു പൊസിഷനിൽ നിന്ന ഒരാള് കേരളത്തിൽ സമസ്ത ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പം നേരെ രാജിവെച്ച് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നു. ഇതൊരു പുതിയ വിദ്യാഭ്യാസ പദ്ധതി എന്നുള്ള നിലയ്ക്ക് വ്യത്യസ്തമാണ്. ഇതിന്റെ കർമ്മ മേഖല വേറെയാണ്. നമ്മൾ ഇതിന്റെ ആരംഭ ഘട്ടത്തിലാണ്. ഏതാണ്ട് ഒരു വർഷക്കാലമായി ഉസ്താദ് കേരളത്തിൽ തന്നെ ഉണ്ട്. എന്താണ് ഈ ഒരു പറിച്ചു നടലിന് ശേഷമുള്ള മാനസികമായ അവസ്ഥ? എങ്ങനെയാണ് ഈ പദ്ധതിയെ കൈകാര്യം ചെയ്യുന്നത്? എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്, SNEC രൂപീകൃതമായി അതിൻ്റെ 1ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ഒരു വർഷത്തെ അനുഭവം വളരെ അനുഗ്രഹീതവും ഒരു ആസ്വാദകരവുമായിരുന്നു എന്നതാണ് വസ്തുത. സാഹിബ് പറഞ്ഞ ഒരു ചെറിയൊരു തിരുത്തുണ്ട്. ഇതിനു വേണ്ടി രാജിവെച്ചതല്ല, ഞാൻ അതിന് മുമ്പ് തന്നെ രാജി കൊടുത്തു. അതായത് സമസ്ത മുഷാവറയിലേക്ക് എടുത്തപ്പോൾ തന്നെ ഇത്രയും വലിയ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു രൂപത്തിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ കേരളത്തിൽ ആ മുഷാവറ മെമ്പർ എന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കി. ദീനീ പ്രബോധന രംഗത്ത്, ഇൽമിന്റെ പ്രസരണ രംഗത്ത് കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്ന ചിന്തയിലാണ് അങ്ങനെ രാജി കൊടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാജി സ്വീകരിച്ചു, ഇവിടെ വന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു സാധ്യത നമ്മുടെ മുന്നിൽ വരുന്നത്, ഉസ്താദുമാർ ഏൽപ്പിക്കുകയും ചെയ്തത്. അപ്പൊ ഞാൻ എന്താ പറയാ, എനിക്ക് എന്റെ ഒരു താല്പര്യത്തോട് ചേർന്ന ഒരു സംരംഭം മതവിദ്യാഭ്യാസ രംഗാണ്. അതിൽ എന്നിലേക്ക് വന്നതുപോലെ എനിക്ക് അനുഭവപ്പെടുകയും അൽഹംദുലില്ലാഹ് ആ വിഷയത്തിൽ ശക്തമായി സജീവമായി ഇടപെടാൻ അവസരമുണ്ടാവുകയും അത്ഭുതകരമായ രൂപത്തിൽ ഈ ഒരു വർഷം കൊണ്ട് ഒരിക്കലും തന്നെ നമ്മളൊന്നും പ്രതീക്ഷിച്ച രൂപത്തിലല്ല, അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറം വളരെ സന്തോഷകരമായ രൂപത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്തു എന്നത് ഒരു സത്യമാണ്. എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്ന വസ്തുതയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു ബറക്കത്ത് എന്ന് മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിർണായകമായ ഘട്ടത്തിൽ സമസ്ത ഇടപെടും. സമസ്ത ഒരിക്കലും തന്നെ അനാവശ്യമായ ഒരു കാര്യത്തിലും ഇടപെടില്ല. അത് പല മുഷാവറകളിലും പങ്കെടുത്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമായി ബോധമുള്ള കാര്യവുമാണ്. ഈ ഓരോ വിഷയത്തിലും വളരെ ആഴത്തിൽ പഠിച്ച് നിർണായകമായ ഘട്ടത്തിൽ അനിവാര്യമായ തീരുമാനമെടുത്തു. ആ തീരുമാനം പവർഫുൾ ആവുകയും അത് ആവശ്യമായിരുന്നു എന്നും അത് അള്ളാഹു അംഗീകരിച്ചിരിക്കുന്നു എന്നതിന്റെയും തെളിവാണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SNECയുടെ ഈ സമസ്ത ഒരു നിർണായകമായ ഘട്ടത്തിൽ ആണ് ഒരു വിദ്യാഭ്യാസ പദ്ധതിയെ സമസ്തയുടെ കീഴിൽ സ്വന്തമായി ആവിഷ്കരിക്കുന്നത്. നേരത്തെ സമസ്തക്ക് പദ്ധതികൾ ഉണ്ടായിരുന്നു. 100ാം വാർഷികത്തിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വേഗത്തിലെടുത്ത് ലോഞ്ച് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം.
എപ്പോഴും ഒരു ചോദ്യം, ഇതിനെ വിദ്യാഭ്യാസ പദ്ധതിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന ആളുടെ അക്കാദമികമായ, പണ്ഡിതൻ എന്നതിൻ്റെ അപ്പുറത്ത് അക്കാദമികമായ ബാക്ക്ഗ്രൗണ്ട് ആളുകൾ വിലയിരുത്തും, അറിയാൻ താല്പര്യമുണ്ടാവും. ഉസ്താദിനെ കുറിച്ച് ഞാനും അടുത്ത് പരിചയപ്പെടുമ്പോൾ ഒരു പണ്ഡിതൻ, പ്രഭാഷകൻ, അവിടുത്തെ ഖത്തീബ് എന്നതിൻ്റെ ഒക്കെ അപ്പുറത്ത് പുസ്തക വായനയും പുസ്തക എഴുത്തും, പ്രത്യേകിച്ച് മിനൽ ബാരി പോലെ പിന്നെ സഹീഹുൽ ബുഖാരിയിലെ ബാബുൽ വഹി അതിൻ്റെ വ്യാഖ്യാനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലുള്ള ഗ്രന്ഥരചനയിൽ ഉസ്താദിന്റെ സാന്നിധ്യം എങ്ങനെയൊക്കെയാണ്, അത് അറേബ്യൻ മേഖലയിലുള്ള സ്വീകാര്യതയെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കും. ഞാൻ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ബിരുദമെടുത്തതിന് ശേഷം 4 വർഷം കേരളത്തിൽ തദ്രീസിന്റെ ഫീൽഡിൽ ദീനീ സേവനം നടത്തി. പിന്നീട് പ്രത്യേക സാഹചര്യത്തിൽ വിദേശത്ത് പോയി. പക്ഷെ അന്നും എപ്പോഴും കൂടുതൽ പഠിക്കണം എന്ന ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും തയ്യാറ് ചെയ്തു വെച്ച കൂട്ടത്തിൽ 2 ഗ്രന്ഥമാണ് ഇപ്പോൾ പുറത്തിറക്കാൻ കഴിഞ്ഞത്. ഒന്ന് അൽ മസ്ലഖു സദീദ് ഇലാ ഹഖീഖത്തി തൗഹീദ് എന്ന ഗ്രന്ഥം ആദ്യം ഇറങ്ങിയത്. അത് 96-97 കാലഘട്ടത്തിലാണ്. അന്ന് അത് തയ്യാറ് ചെയ്തതിന് ശേഷം ദുബൈ ഔഖാഫ്, ഞാൻ അവിടുത്തെ ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ അവരുടെ ഒരു പെർമിഷൻ വേണം, അതിനെ സമർപ്പിച്ചപ്പോൾ അവരത് ഏറ്റെടുക്കുകയും അവർ തന്നെ 3000 കോപ്പി അടിച്ച് പല ഭാഗങ്ങളിലേക്ക് അത് അവർ യമൻ, സിറിയ പോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ അയക്കുകയും എനിക്ക് 500 കോപ്പി തരികയും ചെയ്തു. അങ്ങനെയാണ് അന്നുണ്ടായത്. അതിനുശേഷം മറ്റൊരു പഠനം ഇഖ്റ ബിസ്മി എന്ന ആദ്യത്തെ 5 ആയത്തിനെ സംബന്ധിച്ച് നടത്തി വെച്ചിട്ടുണ്ട്, പക്ഷെ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് ഈ ബുഖാരിയുടെ ബാബുൽ വഹിയുമായി ബന്ധപ്പെട്ട അത് ഇറക്കണം എന്ന് ആഗ്രഹിച്ചു. അത് നടന്നു, അൽഹംദുലില്ലാ. അങ്ങനെയുള്ള ശ്രമങ്ങൾ വളരെ ലളിതമായാണെങ്കിലും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ അറിയാനും വായിക്കാനും പഠിക്കാനും ആ പഠിച്ച കാര്യങ്ങൾ ജനങ്ങളിലേക്ക് നൽകാനുമുള്ള ഒരു ആഗ്രഹം എപ്പോഴും നിലനിൽക്കുകയും, അത് ദുബൈയിലായിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ബുഖാരിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു, മറ്റു പല ക്ലാസ്സുകളും ഉണ്ടായിരുന്നു. ഫാത്തിഹയുടെ ക്ലാസ് കൊണ്ട് നടത്തിയതൊക്കെ ജനങ്ങൾ വളരെ, ബിസ്മിയെ സംബന്ധിച്ച് മാത്രം അന്ന് CD-യുടെ കാലമാണ്, ബിസ്മിയെ സംബന്ധിച്ച് മാത്രം 2 CD ഇറക്കിയത്. ആഗ്രഹമുണ്ട് ഫാത്തിഹ മാത്രമായിട്ട് ഇതുപോലെ ഇറക്കണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു ഗ്രോത്തിന്, അതിന്റെ ഒരു വികാസത്തിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ മുന്നിൽ കൊണ്ടിട്ട് തരികയാണ് നമ്മുടെ ഈ കരിക്കുലവും SNEC-യുടെ ഒരു ഡെവലപ്മെന്റും. നമ്മൾ ഈ SNEC-യുടെ എല്ലാ ആളുകളും ചോദിക്കുക, എന്താണ് കരിക്കുലത്തിന്റെ പ്രത്യേകത, എങ്ങനെയാണ് ഇതിന്റെ പഠന വൈവിധ്യങ്ങളെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്, ആസൂത്രണം ഉണ്ടോ, എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് സാധിക്കുന്നത് എന്നൊക്കെ. അപ്പൊ ഈ ഒരു മേഖലയിൽ കൂടുതൽ ഇടപെട്ട് പരിചയമുള്ള ഒരാളുകളുടെ നിലക്കും കൂടി, ചെയർമാൻ എന്നുള്ള നിലക്ക് ഈ കരിക്കുലത്തിന്റെ സവിശേഷതകൾ കൂടി ഒന്ന് പറയാം. അതിന് ചുരുക്കി പറയുകയാണെങ്കിൽ, നമുക്ക് കൃത്യമായി നമ്മുടെ പഠന സമ്പ്രദായത്തിന് കൃത്യമായ മാർഗരേഖ വിശുദ്ധ ഖുർആൻ തന്നെ നൽകിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അത് അവലംബിച്ച് തന്നെയാണ് പഠന ഇവിടെ നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. അത് തുടർന്നു വന്നു. ആ ഓരോ കാലഘട്ടത്തിലും ദർസിലായാലും പഴയ കാലത്തുള്ള സമ്പ്രദായങ്ങളാണെങ്കിലും കുത്തയ്യിബ് എന്ന് പറയും, അങ്ങനെയുള്ള പല ഘട്ടങ്ങളിലും ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ കാലോചിതമായ പുരോഗതി എല്ലാ കാലഘട്ടത്തിലും ഈ ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ട്. ദർസിൽ തന്നെ നമ്മൾ തശ്രീഹുൽ അഖ്ലാഖ് പോലത്തെ ഓതി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ആ തുടർച്ച തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മളും അതേ തുടർച്ചയിൽ തന്നെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുക, മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ധാർമ്മിക മൂല്യങ്ങൾ എന്നൊക്കെ പറയുന്നതിനപ്പുറം ഇസ്ലാമിക വിദ്യാഭ്യാസ പ്രക്രിയക്ക് ചില മൂല്യങ്ങളുണ്ട്. അതിൽ നിന്നും അതൊരിക്കലും തന്നെ അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ, എന്നാൽ കാലഘട്ടത്തെ മനസ്സിലാക്കി കൃത്യമായി ഇന്ന് നിലവിലുള്ള ഏതൊരു സിലബസ് നിങ്ങളെടുത്ത് പരിശോധിച്ചാലും അതിലെ നന്മകൾ മുഴുവനും ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ 1 ഇഞ്ച് പാരമ്പര്യത്തിൽ നിന്ന് വ്യതിരിക്കാതെ സ്ട്രക്ചറും ബിൽഡിങ്ങുകളും സിസ്റ്റവും എന്നതിന്റെ അപ്പുറത്ത് നമുക്ക് മൗലികമായി ഉണ്ടാകേണ്ട ചില വേരുകളുണ്ട്. ആ വേരുകളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയാണ്. അപ്പൊ ഇതില് ആളുകൾ കൗതുകത്തോടെ നോക്കിയ ഒരു കാര്യം, സമന്വയ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ SNEC-യുടെ പ്രോജക്റ്റ് ചില അളവുകോലുകളെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊന്ന്
കുട്ടികൾ കേരളത്തിൽ കഴിഞ്ഞ 10-20 വർഷമായി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രക്രിയ, കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സമന്വയത്തിന്റെ മേഖലയിലേക്ക് വരുന്നു. നമുക്ക് ലക്ഷണമൊത്ത മതപണ്ഡിതന്മാരെ കിട്ടാതെ വരുന്നു. പൊതുമേഖലയിലേക്ക് കുട്ടികൾ തെറിച്ചു പോകുന്നു. ഇതിനുള്ളൊരു പരിഹാരവും കൂടിയാണ് SNEC നമ്മുടെ ഉസ്താദുമാരൊക്കെ അതിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ശരിയ മേഖലയിലെ സ്ട്രീമുകളിൽ 65%, 70% ശരിയ കാര്യങ്ങൾ തന്നെ പഠിക്കുകയും 30% മാത്രം പൊതുവിദ്യാഭ്യാസ മേഖലയിലെയും ലൈഫ് സ്കിൽ കാര്യങ്ങൾക്കുമുള്ള അതിന്റെ പരിഗണന കൊടുക്കുകയും, അതേസമയം ലൈഫ് സ്ട്രീം എന്ന് പറയുന്ന വൈവിധ്യമായ മേഖലകൾ നേരെ തിരിച്ചു. അപ്പൊ ഇതേക്കുറിച്ച് ഇതൊരു വലിയൊരു കാഴ്ചപ്പാടാണല്ലോ. ഇത് ആളുകൾ ഇതേക്കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ചെയർമാൻ എന്നുള്ള നിലക്ക് ഇതെങ്ങനെ ആളുകൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ടോ? എന്താണ് അതിന്റെ വൈവിധ്യം? അതെ, ഇത് നമ്മുടെ ഒരു അനുഭവത്തില് എല്ലാം കൂടി പഠിക്കുമ്പോൾ പണ്ട് തന്നെ പറയാറുണ്ട് അത് ചില ഒരു പരിധി വരെ എങ്കിലും അങ്ങനെ ആകുന്നോ എന്ന് നമ്മൾ സംശയിച്ചിരുന്നു. മുമ്പ് തന്നെ ഈ സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് അതിന്റെ മുന്നിൽ നിൽക്കുന്ന പലരോടും എന്റെ വ്യക്തിബന്ധം ഉപയോഗപ്പെടുത്തിയിട്ടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഇത് രണ്ടാക്കണം. ശരിയ പഠിക്കുന്നവർ അതിൽ പ്രാപ്തരായിരിക്കണം, മറ്റു ഭൗതികം പഠിക്കുന്നവർ അതിൽ പ്രാപ്തരാവണം. ആ രൂപത്തിൽ ഇത് വേർതിരിക്കേണ്ടതാണ്. നമ്മൾ ഈ അക്കാദമിക് വിഷയങ്ങൾക്ക് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെയും എം ടി ഉസ്താദിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ചർച്ച നടത്തുമ്പോൾ ഈ അഭിപ്രായം ഞങ്ങൾ പലരും ഉടനെ തങ്ങൾ ഉസ്താദ് വളരെ ശക്തമായി അതാണ് വേണ്ടത്. ദീൻ പഠിക്കുന്നവര്, മതം പഠിക്കുന്നവർ ആ വിഷയത്തിൽ പ്രഗത്ഭരായിരിക്കണം. അതിൽ അവർക്ക് വേണ്ട പോലെ പഴയ കാല പണ്ഡിതന്മാർക്കുള്ള യോഗ്യത മുഴുവനും നിലനിർത്തിക്കൊണ്ട് ആധുനിക അറിവ് അങ്ങനെ ആയിരിക്കണം. അതേസമയത്ത് ഒരു കഴിവുണ്ടാകും. ഇത് ഇക്കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കണം. ദീനി പ്രബോധനം നടത്തണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന ചില സ്കില്ലുകളുണ്ട്. അതൊക്കെ ആവശ്യമായ അളവിൽ നമ്മൾ അവർക്ക് കൊടുക്കണം. അതേപോലെ ഭൗതിക വിദ്യാർത്ഥികൾ, അഭ്യസ്ത വിദ്യർ എന്ന് നമ്മൾ പറയുന്നവർ, അവരും ആ വിഷയത്തിൽ പ്രഗത്ഭരായിരിക്കണം. നമുക്ക് ഡോക്ടർമാർ വേണം, എഞ്ചിനീയർമാർ വേണം. ഇത് നമ്മുടെ കാഴ്ചപ്പാടാണ്, ഒക്കെ ഇവിടെ ഉണ്ട് എന്നല്ല. അവർ ആ വിഷയത്തിൽ പ്രാവീണ്യം നേടിയവരും അതോടൊപ്പം ഇലാഹി ബോധവും ദീനീ തർബിയത്തും ധാർമ്മിക മൂല്യങ്ങളും ഉൾക്കൊള്ളുന്നവരോ. അതിനാണ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രത്യേക സംവിധാനം. ലൈഫ് പദ്ധതിയിൽ പ്രത്യേകിച്ച് ഡോക്ടർ എഞ്ചിനീയറിന്റെ അപ്പുറത്ത് നമുക്ക് നല്ല സോഷ്യോളജിസ്റ്റുകള്, നമ്മൾക്ക് വേണ്ട സിവിൽ സർവീസ് മേഖലയിലുള്ള ആളുകൾ, മാനേജ്മെന്റ്, ഫിനാൻസ്, അധ്യാപകര്, എത്ര നല്ല അധ്യാപകർക്ക് ഇപ്പോഴും അവസരങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ആളുകൾ പലപ്പോഴും ഈ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് സയൻസ് ഫീൽഡ് മാത്രമാണ്, എഞ്ചിനീയറിംഗ് മെഡിക്കൽ മാത്രമാണ് ചിന്തിച്ച അവസ്ഥയിലും SNEC പുതിയൊരു ലോകം തുറന്നിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് മേഖലയിലുള്ള ഇതിൽ തന്നെ നമ്മൾ ഒരു പടി കൂടി കടന്നു. അത് ഒരു വർഷം കൊണ്ട് ഒരു പാഠ്യപദ്ധതി അവതരിപ്പിച്ച ഒരു ടീം ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ പുതിയ വാതിലുകൾ തുറന്നിടുന്ന ഒരു ആദ്യമായിട്ടായിരിക്കും. 5-10 വർഷം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും 8ാം ക്ലാസ്സിലേക്കുള്ള പുതിയ പ്ലസ്, ലൈഫ് പ്ലസ്, ശരിയ പ്ലസ്. ലൈഫ് പ്ലസിൽ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും, ശരിയ പ്ലസിൽ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ഈ 7 കഴിഞ്ഞ കുട്ടികൾക്കുള്ള പുതിയ കോഴ്സുകൾ നമ്മൾ ഈ വർഷം അനൗൺസ് ചെയ്തു. അത് ഏറ്റെടുക്കാൻ സ്ഥാപനങ്ങൾ തയ്യാറായി വരികയും ചെയ്തു. അപ്പോൾ അതിന്റെ ആവശ്യകത എന്താണ്, എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതിനെ കുറിച്ച്? ലൈഫ് പ്ലസ്, അതുപോലെ ശരിയ പ്ലസ്, അതാണ് മുന്നേ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാത്രം. നമുക്ക് അന്ന് തന്നെ അഭിപ്രായമുണ്ട്, ഉസ്താദുമാരിലൊക്കെ അഭിപ്രായമുണ്ട്, ഇത് പോരാ. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ 8-9 സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ രക്ഷിതാക്കൾ മടിക്കുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിലുണ്ട്. നമ്മുടെ അന്തരീക്ഷം നമുക്കറിയാം. സ്വാഭാവികമായും എവിടേക്കൊക്കെ നമ്മുടെ കുട്ടികളുടെ ചിന്ത വികസിക്കുന്ന സമയമാണ്. ആ സമയത്ത് പ്രത്യേകിച്ചും നല്ല മൂല്യബോധത്തോടെ അള്ളാഹുവിന്റെ ചിന്തയിലായും കൊണ്ടുള്ള പഠനം വളരെ അനിവാര്യമാണ്. മറിച്ച് മദ്രസ പലപ്പോഴും 5ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ കഴിഞ്ഞാൽ നിർത്തപ്പെടുന്നു. പിന്നീട് വെറും ഭൗതിക പഠനത്തിലാണ്. ഈ സമയത്ത് കുട്ടി വലിയ അപകടത്തിലേക്ക് പോകാൻ സാധ്യത. അവരുടെ വ്യക്തിത്വം രൂപപ്പെടുന്ന സമയമാണ്. ആ സമയം ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ അവർക്ക് ദീനീ ബോധത്തോടു കൂടെയുള്ള വിദ്യാഭ്യാസം അത് കൃത്യമായി നൽകണം. ഇത് നമുക്കൊക്കെ ഉള്ള ഒരു ഉസ്താദുമാരുടെയൊക്കെ കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ നമ്മുടെ അനുഭവം, നമ്മൾ SNECയുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ ഇരിക്കുമ്പോൾ വരുന്ന കോളുകളിൽ
നിങ്ങൾക്ക് 7ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടോ എന്ന ധാരാളം കോളുകളും പല രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് സ്ട്രീമിലുണ്ടോ ശരിയായിലുണ്ടോ ഓരോന്നിനും ചോദിക്കുന്നു. അതോടൊപ്പം പല നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഇത് ധാരാളമായി നമ്മളോട് അഭിപ്രായപ്പെടുന്നു. ഇതിൽ നിന്നാണ് ഇത് നമ്മൾ ഇനി കാത്തു നിൽക്കാൻ പാടില്ല. മാത്രമല്ല ഇറങ്ങിയതൊക്കെ അൽഹംദുലില്ലാ വിജയിച്ചിട്ടുണ്ട്. നമുക്ക് അതിന് പറ്റുന്ന മാൻ പവർ ഉണ്ട്. ആദ്യകാലത്തൊക്കെ മടിച്ചു നിന്നിരുന്നവർ എന്ന് പറഞ്ഞാൽ ഇതെന്താ ആവാന്നൊക്കെ ഇങ്ങോട്ട് ആകർഷിച്ച ഒരു സമയമാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെയാണ് അതിന്റെ സമയം എന്ന് നമ്മുടെ ഉസ്താദുമാരൊക്കെ അഭിപ്രായപ്പെടുകയും ഈ വർഷം തന്നെ അത് പ്രഖ്യാപിക്കുകയും ഇപ്പൊ നിലവിലുള്ള സ്ട്രീം ശരിയാ സ്ട്രീം ഇത് 3ലും ഇപ്പൊ നമ്മൾ പ്ലസ് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് 7ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ശരിയാ പഠിക്കാം, ലൈഫിലും ചേരാം. സ്ട്രീം അഥവാ കുട്ടികൾക്കും 8 സ്ട്രീമുകൾ 2 വർഷം കൊണ്ട് രണ്ടാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോൾ തന്നെ വൈവിധ്യങ്ങളുടെ വാതിലുകൾ ഉസ്താദ് പറഞ്ഞൊരു ആഡ് ഓൺ വേറൊന്നും കൂടി പൊതുവിദ്യാഭ്യാസ അക്കാദമിക മേഖലയിലുള്ളവരുടെ ചിന്ത ഇങ്ങനെ പോകുന്നുണ്ട്. അതും നമ്മൾ ശരിവെക്കുക. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഒരു യൂണിറ്റായി നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എടുത്തിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ 9 തുടങ്ങിയ അതെടങ്ങേറാണ്. ഒരു വർഷം നമുക്ക് കയ്യിൽ കിട്ടിയ ഒരു കുട്ടിയെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ 4 വർഷത്തെ ഒരു യൂണിറ്റായി വരുമ്പോൾ നമ്മൾ തുടർ വിദ്യാഭ്യാസം കൃത്യമായി കൊടുക്കുന്നതിന്റെ ഒരു വളരെ മുൻകൂട്ടിയുള്ള ഒരു ആലോചന കൂടി SNEC ഇതിലെടുക്കുന്നു എന്നുള്ളവരാണ്. അപ്പൊ ഇതില് പിന്നെ നമ്മുടെ ഒരു കൗതുകം ഇതിൽ ഇടപെട്ട ആള് എന്നുള്ളതിലേക്ക് എനിക്കും മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു വർഷം കൊണ്ട് നമ്മുടെ കയ്യില് 1ാം ക്ലാസ് മാത്രമല്ല നമുക്ക് തുടങ്ങേണ്ടി വരുന്നത്. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ ഇത്രയും ബാച്ചുകളെ കൈകാര്യം ചെയ്യണം. അതിനുള്ള പുസ്തകങ്ങൾ വേണം, പരീക്ഷകൾ നടത്തണം, എൻട്രൻസ് ടെസ്റ്റുകൾ നടത്തണം, സോഫ്റ്റ്വെയർ വേണം, വെബ്സൈറ്റുകൾ വേണം. അത്രയും മാൻ പവർ ഒരു വർഷം പോലും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 36 കിതാബുകൾ ഇതിന്റെ അകത്ത് നമ്മുടെ ടീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടീം വർക്കിന്റെ അക്കാദമികവും അല്ല ഉസ്താദുമാരെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെയുണ്ട്. അതിന്റെ അപ്പുറത്ത് ഈ ഒരു ടീം വർക്കിനെ കുറിച്ച് അധികം ആളുകൾക്കും അറിയില്ല. അതേക്കുറിച്ചൊന്നും ഉസ്താദ് സംസാരിച്ചു. ടീം വർക്ക് എന്ന് പറഞ്ഞാല് അത് അത്ഭുതം തോന്നുന്നു തന്നെയാണ്. അതായത് എത്രയോ ആളുകൾ അവരുടെ ജീവൻ തന്നെ 24 മണിക്കൂർ ഓഫീസിൽ വന്ന് കിടന്നുറങ്ങുകയൊക്കെ ചെയ്ത ആളുകളുണ്ട്. എത്രയോ ആളുകൾ അവരുടെ ജോലികളൊക്കെ മാറ്റിവെച്ച് 24 മണിക്കൂറും ഉറക്കമൊഴിച്ച് പണിയെടുക്കും. ഇത് എന്റേത് എന്ന നമ്മുടെ വീട്ടിൽ കല്യാണം ഉണ്ടായിണ്ടാവില്ല, ഒരു എന്റെ വീട്ടിൽ കല്യാണം അത് ഇത് വിജയിച്ചേ പറ്റൂ എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടെ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ. പിന്നെ എന്നിട്ടും പലപ്പോഴും പ്രതിസന്ധികൾ വന്ന രംഗങ്ങളുണ്ട്. നമ്മൾ നാളെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത് ഏറ്റെടുത്ത ആളുകൾ ഇത് അവരൊക്കെ പ്രതീക്ഷിച്ചത് ഒരു 1-2 ക്ലാസ്, ഒരു 10-200 വിദ്യാർത്ഥികൾ. അവിടെയാണ് 4000-ഓളം വിദ്യാർത്ഥികൾ അപേക്ഷ വരുന്നു. അതിൽ 2000-ഓളം വിദ്യാർത്ഥികൾക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നു, അലോട്ട്മെന്റ് നടത്തേണ്ടി വരുന്നു. ചെറിയ കാര്യമില്ല. ഈ സന്ദർഭത്തിലൊക്കെ പതറിപ്പോയ ചില രംഗങ്ങളുണ്ട്. അവിടൊക്കെ പിന്നെ അവിടെയാണ് നമ്മൾ സമസ്തയുടെ ഒക്കെ ഒരു വർക്കത്തിൽ ഒരു വെബ്സൈറ്റ് തയ്യാറാകണമെങ്കിൽ സാധാരണ നിലക്ക് ഒരു 3 ആഴ്ച 1 മാസം എടുക്കും. ഒരു സോഫ്റ്റ്വെയർ മിനിയേച്ചർ തയ്യാറാണെങ്കിൽ 3 മാസമെങ്കിലും എടുക്കും. അതിന്റെ ഇടയിലാണ് നമ്മൾ ഇതെല്ലാം 2 ആഴ്ച 3 ആഴ്ച പ്രഖ്യാപിച്ചിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അധ്യാപനം തുടങ്ങുന്ന സമയത്തിന്റെ ഇടയിൽ 2 മാസം ഇല്ല. അതിനിടയിൽ ഇതൊക്കെ സാധ്യമായി. പുസ്തകങ്ങൾ ചിലതൊക്കെ കിട്ടാൻ അല്പം വൈകി, പക്ഷെ അപ്പോഴും നമ്മൾ അതിന് പരിക്ക് പറ്റാതെ അതിന്റെ PDF കോപ്പി കൊടുത്ത് ക്ലാസ്സുകൾ നടത്തി. പരമാവധി 100% എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ, എന്നിരുന്നാലും ഒരു പരമാവധി നമുക്ക് തൃപ്തികരമായ രൂപത്തിൽ തുടക്കത്തിൽ തന്നെ പോകാൻ കഴിയും. തുടക്കത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന മാനേജ്മെന്റിന് പോലും പല ആശങ്കകളുണ്ടായിരുന്നു. നല്ല വികാരത്തിന്റെ കൂടെ നിൽക്കുമ്പോഴും കുട്ടികളാണല്ലോ കയ്യിലുള്ളത്. അടുത്ത് ഇപ്പോ 2 ദിവസം മുന്നേ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു സ്ഥാപന മേധാവി ഇത് സമസ്തയിൽ ഏൽപ്പിക്കുമ്പോ ഒരു ശരിക്കും കൃത്യമായി ഓടുന്ന ഒരു വണ്ടിയിൽ നിന്ന് ആ വണ്ടി പക്ഷെ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോ ലക്ഷ്യത്തിലേക്കല്ല പോകുന്നത് മനസ്സിലാക്കുമ്പോൾ ഒരു വാഹനം തന്നെ ഇല്ലാത്തിടത്തൊക്കെ ഞങ്ങൾ വന്നത്. എന്തോ ആവട്ടെ, എന്തോ സംഭവിക്കാന്നൊരു പിടുത്തമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ വളരെ സന്തോഷായി എന്നിപ്പോ ഈ ഒരു 3 ദിവസം മുന്നേ രക്ഷിതാക്കളിൽ പലരും അക്കാദമിക ബോധ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ആ സമയത്തുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചത്. പഠന പ്രവർത്തനത്തിന്റെ അപ്പുറത്ത് നമ്മൾ SNECയുടെ വിവിധ വിങ്ങുകൾ, അക്കാദമിക വിങ്ങുണ്ട്, ക്വാളിറ്റി മെഷർമെന്റിന്റെ വിങ്ങുണ്ട്, രചയിതാക്കളുടെ വിങ്ങുണ്ട്, നമുക്ക് പബ്ലിക് മീഡിയ വിങ് വേറെയുണ്ട്,
PR വർക്കുകൾ മീൻസ് വേണ്ടത് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് നമ്മളൊരു സർഗാത്മക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വൈവിധ്യങ്ങളായ ഒരുപാട് പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തു. ഇപ്പൊ തന്നെ നമ്മുടെ UG വിദ്യാർത്ഥികൾക്ക് നടന്ന 3 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്ന് നമ്മുടെ രക്ഷിതാക്കൾക്കും അക്കാദമിക സമൂഹത്തിനും പറഞ്ഞു കൊടുക്കണം. കലൻസിന്റെ നമ്മൾ ആദ്യ വർഷമാണെന്ന് കരുതി ഒന്നിലും വീഴ്ച വരുത്താതെ പോകണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. നമ്മുടെ ബ്രിട്ടാനിയ റെസിഡൻറ്റുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ അക്കാദമിക് വർഷം ആ കലണ്ടറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓരോന്നിനും കൃത്യമായ ഡേറ്റ് നിശ്ചയിച്ച് യോമുല്യബുദ്ധാണ്, അങ്ങനെ ഓരോന്നിനും പ്രത്യേക ഡേറ്റ് നിശ്ചയിച്ച് അന്ന് അത് നടന്നിരിക്കണം. അതെല്ലാം നമ്മള് സ്ഥാപനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതിനുള്ള വഴികൾ ഒക്കെ കാണിച്ചു കൊടുത്ത് അതിന്റെ മാസ്റ്റർ പ്ലാൻ, അതിന്റെ രൂപരേഖ ഒക്കെ തയ്യാർ ചെയ്ത് അതൊക്കെ അൽഹംദുലില്ലാ ടാലൻസ് മീറ്റ് പെൺകുട്ടികളെ 2000-ഓളം വരുന്ന അല്ലെങ്കിൽ 1800-ഓളം വരുന്ന ഒരു ക്യാമ്പസിൽ ഉൾക്കൊള്ളുന്ന വലിയ ഒരു ടാലൻസ് മീറ്റ് നടത്തുക. 3 ദിവസം തന്നെ അത് സംഘടിപ്പിച്ച് അതിന്റെ മൈക്ക് ഓപ്പറേഷൻ പോലും അവർ തന്നെ കൈകാര്യം ചെയ്തു. വളരെ ഭയപ്പാടോടുകൂടിയാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നത്. ഒരുപാട് നമ്മുടേതായ സ്ഥാപനങ്ങളിൽ പോലും പല കമ്പനി ഇത് നമ്മൾ ആദ്യമായിട്ട് നടത്തുകയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോട് കൂടെ യാതൊരു പ്രശ്നവുമില്ലാതെ അത് പരിസമാപ്തി വർഷത്തിന്റെ കപ്പാസിറ്റി ഉള്ളതുപോലെ അതോടുകൂടെയാണ് സത്യത്തില് ഈ ആശങ്കയിൽ നിന്നിരുന്ന പലർക്കും ഇത് ശരിയായ ഇതിൽ അവലംബിക്കാം എന്നൊരു തോന്നുന്നു. അദൃശ്യമായ ഒരു ശക്തിയുടെ പിന്തുണയും ഒരു ഹാർഡ് വർക്കിന്റെ കാര്യങ്ങൾക്ക് ഉസ്താദ് ഒരു വികാര പ്രകടനത്തിൽ ഇത് പറഞ്ഞതുപോലെ തന്നെയാണ്. പിന്നെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിശാലമായ സംഘടനാവൽകൃത ലോകത്തില് നമുക്ക് ഒരുപാട് ചാനലുകളുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ മദ്രസ പ്രസ്ഥാനം ഒരു ഭാഗത്ത് അപ്പുറത്തുണ്ട്, മറ്റു ഇടപെടൽ മേഖലകളുണ്ട്, പ്രീ പ്രൈമറി ഇടപെടൽ മേഖലകളുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഉസ്താദുമാരും മുശാവറ അംഗങ്ങളും വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗങ്ങളും ഒക്കെ ഇത്രത്തോളം ശ്രദ്ധയും ഇത്രത്തോളം താല്പര്യവും കാണിക്കുന്ന അല്ലേ ഈ ഒരു പദ്ധതി അത് ഉസ്താദിന് ഫീൽ ചെയ്തിട്ടുണ്ടാവും കാലഘട്ടം. അത് വളരെ സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് ഞങ്ങൾ ഈ വിഷയത്തിന് ഒരു വട്ടമല്ല, അതൊന്നും പുറത്ത് ആരും അറിയില്ല. ഒരു 10 വട്ടമെങ്കിലും മീറ്റിംഗ് കൂടും. രാത്രി പലപ്പോഴും 12 മണി 10 മണി 12 മണി ഇതിന്റെ കഴിഞ്ഞ് പിറ്റേന്ന് ഓൺലൈനിൽ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടി തന്നെ പലവട്ടം ചേർന്ന് അതിന് രൂപരേഖ തയ്യാർ ചെയ്ത് ഇത് ഉസ്താദുമാരുടെ മുന്നിൽ സമർപ്പിച്ച് അവരുടെ അംഗീകാരം ലഭ്യമായതിനു ശേഷം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാറുള്ളൂ. അതോടൊപ്പം ഓരോ സമയത്തും പ്രത്യേകിച്ച് തങ്ങൾ ഉസ്താദും അതുപോലെ അതിന്റെ കൺവീനർ കൊയ്യൂർ ഉസ്താദും ഒക്കെ വളരെ ആത്മാർത്ഥമായി ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങളും വിളിച്ചന്വേഷിക്കുകയും അതെവിടെ എന്തായി എന്തെങ്കിലും കുറവുണ്ടോ ഓരോന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ഇപ്പൊ അവർക്ക് അൽഹംദുലില്ലാ അത് നല്ല നിലക്ക് പോകുന്നു എന്ന ഒരു കോൺഫിഡൻസ് അവരുടെ അതിൽ വ്യത്യാസം കാണുന്നുണ്ട്. തുടക്കത്തിലൊക്കെ എപ്പോഴും ഇടപെട്ടുകൊണ്ട് ഓരോ കാര്യം വിളിച്ചന്വേഷിച്ചുകൊണ്ടായിരുന്നു. നമ്മുടെ ടീം ബിൽഡപ്പ് ചെയ്തു, ട്രാക്കിലേക്ക് കയറി. ഈ ട്രാക്കിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ കുട വലുതായിക്കൊണ്ടേയിരിക്കുന്നു, ആശയങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുന്നു, ആവശ്യങ്ങൾ കൂടി വരുന്നു. അതിന്റെ ഇടയിലാണ് ബാംഗ്ലൂരിലെ നമ്മുടെ സമ്മേളനത്തില് SNECയുടെ ഓൺ ക്യാമ്പസിന്റെ പ്രോജക്റ്റിന്റെ ഡിക്ലറേഷൻ നടന്നു. വെറുതെ പ്രസംഗത്തിലല്ല പറഞ്ഞത്, നമ്മൾ പ്രോജക്റ്റിന്റെ ഡിസൈൻ ഉൾപ്പെടെ കോൺസെപ്റ്റ് ഉൾപ്പെടെ പുറത്തുവിട്ടിരിക്കുന്നു. ഓൺ ക്യാമ്പസ് എന്ന് പറയുന്ന സങ്കല്പത്തെ കുറിച്ച് എന്താണ്? അൽഹംദുലില്ലാ നമ്മുടെ ഈ പറഞ്ഞ ഈ കുതിപ്പില് വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ച ഒരു പ്രഖ്യാപനമായിരുന്നു. അതും ബാംഗ്ലൂർ സമ്മേളനത്തിൽ സെനത് പ്രഖ്യാപിച്ചു. ഇത് രണ്ടും ജനങ്ങളിൽ വലിയ പേരിനെ കുറിച്ചും പറയാം. അപ്പൊ നമ്മളറിയുന്ന ഒരുപാട് പ്രവർത്തകർ വിദേശത്തൊക്കെയുള്ള ഇത് എന്നോ നമ്മൾ ആലോചിക്കേണ്ടതായിരുന്നു, അതിനെല്ലാ സപ്പോർട്ടും ചെയ്യണം എന്ന് പറഞ്ഞവരാണ്. അതിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ 8 സ്ട്രീമുകൾ ഉണ്ടല്ലോ, അതിനൊക്കെ ഓരോ സെപ്പറേറ്റ് ഓൺ ക്യാമ്പസ് ഉണ്ട്. ഓൺ ക്യാമ്പസ് ഇൻ എ സെൻസ് അത് നമ്മൾ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന ഏറ്റവും മാതൃക മോഡൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക ഇതുപോലെ നടത്താനും അതിന്റെ പുറമെ ഡിഗ്രി കോളേജുകൾ അതിന്റെ അകത്ത് സാധ്യമാകുന്നത് നമുക്കൊരു ഇതര സ്റ്റേറ്റുകളുടെ വിവിധ ഭാഷകളിൽ ഇത് വേണം. ഓൺലൈനിലുള്ള സെഗ്മെന്റുകൾ ഉണ്ടാവും. ആംഫി തിയേറ്റർ ഉൾപ്പെടെയുള്ള ട്രെയിനിങ് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാവും. നമ്മുടെ ഫാമിലികൾക്കൊക്കെ വന്ന് അനുബന്ധമായി താമസിച്ചു പോകാനൊക്കെയുള്ള സൗകര്യം ഒരു വിശാലമായ ഒരു ഏരിയ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു റൂഫ് ഉണ്ടായി കൺവെൻഷൻ സെന്റർ അങ്ങനെ ഒരു റൂഫ് ഉണ്ടായതോടുകൂടി എനിക്ക് തോന്നുന്നു സമസ്തയുടെ ഹ്യൂമൻ റിസോഴ്സുകളെ മുഴുവനും വിദ്യാഭ്യാസപരമായ ഒരു കൊടക്കീഴിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന വലിയ ദൗത്യം 100ാം വാർഷികത്തോടുകൂടി സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ബിരുദത്തെ കുറിച്ച്
ബിരുദത്തെ ഉസ്താദ് തന്നെയാണ് അതും അങ്ങനെ കുറിച്ച് പല അഭിപ്രായങ്ങളും വന്നു. അതില് ചിലത് ഉസ്താദ്മാരാണല്ലോ സെലക്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യം മറ്റൊന്നായിരുന്നു പറഞ്ഞിരുന്നത്, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഒരു 4-5 പറഞ്ഞ് തെരഞ്ഞെടുത്ത് ഇങ്ങനെ വെച്ചു. അതിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഫാരിസൊക്കെ അടക്കമുള്ള ഒരു രീതി തന്നെയായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. ഇത് കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്നു. പക്ഷെ പിന്നെ അതൊന്നല്ല. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ അതും ഒരു വലിയ ചെറിയൊരു സംഗതിയല്ല. ഒരു വലിയ ഒരു അള്ളാഹുവിന്റെ ഒരു അറിയിപ്പ് പോലെ അനുഭവപ്പെടുക. കാരണം ഞാനിപ്പോ അന്ന് ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഇല്ലാത്ത പല അറിവുകളും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നമുക്ക് ലഭിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അവരെ തൊട്ടും വേറെ മറ്റു ചിലരെ തൊട്ടും വന്നിട്ടുണ്ട്. അബ്ദുള്ള നല്ലോണം പഠിച്ച കുട്ടിയാണല്ലോ. വാപ്പ മുസ്ലിമാണെന്നോ മുസ്ലിമായ ആളാണല്ലോ. നല്ല കഠിനാധ്വാനിയായിരുന്നു. ഒരിക്കൽ വാപ്പ മോൻ പഠിച്ചതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മോനെ വിളിച്ചിങ്ങനെ അന്വേഷിക്കാം. അപ്പൊ കുട്ടികളോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. കുട്ടികളെ വലിയ സഹാബിയായിരിക്കുന്നു. അവരോട് ചോദിക്കുന്നുണ്ട് കുറെ ചോദ്യങ്ങൾ. ആ കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട് മസ്സനാഉ, സനാ എന്താണ്? അപ്പൊ കുട്ടി പറഞ്ഞ അർത്ഥം ഗായത്തുൽ അദബി വ നിഹായത്തുൽ ഹസബി, പൂർണ്ണ അച്ചടക്കവും പൂർണ്ണ കുലീനതയും, കുലീനമായ സ്വഭാവം ഉണ്ടാവുക, പൂർണ്ണമായ അച്ചടക്കം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അസ്ലു സനായി. സനാ രണ്ടിന്റെയും അസ്ല് ഇൽത്തിമായ ഒരു പ്രഭ എന്നാണ് അതിന്റെ അടിസ്ഥാന. ഇതൊക്കെ ഒരു പ്രഭയാണ്. അച്ചടക്കം ഉണ്ടാകുന്നുള്ളത് സ്വഭാവത്തിന്റെ പ്രഭയാണ്. കുലീനത എന്നത് അതിന്റെ പ്രഭയാണ്. അങ്ങനെ ഓരോന്നിന്റെ പ്രഭയാണ്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങുന്നു. പിന്നീട് നമ്മൾ അന്ന് പ്രഖ്യാപിച്ച ഹദീദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് വാഗ്ദാനം ചെയ്യണം, ബശ്ശിർ ഹാദിൽ ഉമ്മ ബിസ്സനാഇ വൽറിഫഅതി വത്തംകീനി ഫിൽ അർദ് എന്ന് തുടങ്ങുന്ന ഒരു ഹദീദാണ്. ഈ ഉമ്മത്തിന് അന്തസ്സും അഭിമാനവും സ്വസ്ഥമായ ജീവിതവും ഒക്കെ ഇവിടെ ഉണ്ടാവും. സുവിശേഷം നൽകുക. അതിൽ ആദ്യത്തെ പ്രയോഗം സനാ ആണ്. സനാ കൊണ്ട് സന്തോഷ വാർത്ത നൽകുക എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി അവസാനിപ്പിക്കുന്നത് ഈ മതപരമായ ഈ അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ടുന്ന, ആഖിറത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഭൗതിക താല്പര്യത്തിന് വേണ്ടി ചെയ്താൽ ആഖിറത്തിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ലക്ഷ്യബോധം ഉണ്ടാവണം, ദിശാബോധം ഉണ്ടാവണം. മതപഠനം, ദീനീ വിദ്യാഭ്യാസം അല്ല, എല്ലാ വിദ്യാഭ്യാസവും ഒക്കെ അതിനൊരു ലക്ഷ്യമുണ്ട് ഇസ്ലാമിൽ. ആ ലക്ഷ്യബോധത്തോടുകൂടെയുള്ള പഠന രീതിയാണ് SNEC-യുടെ. അതുകൊണ്ട് ആ സെനായിലേക്കാണ് കഴിഞ്ഞില്ല. ഒന്നുകൂടെ ഉണ്ട്. ഇപ്പൊ അടുത്താണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ഹദീസ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയാണ്, എന്റെ എളാപ്പയാണ്, നല്ല എളാപ്പയാണ്, പ്രിയപ്പെട്ട എളാപ്പയാണ്. കാരണം വാപ്പ മരിച്ചു. പിന്നെ ചെറുപ്പം മുതൽ എളാപ്പയാണെങ്കിലും ഒപ്പം കളിച്ചു നടന്ന വലിയ സ്നേഹമായിരുന്നു റസൂലുള്ളാഹി. അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം റസൂലുള്ളാഹി പറയുന്നുണ്ട്, എന്നെയും അബ്ബാസിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ സനാഇൽ ജന്ന, സ്വർഗ്ഗത്തിലെ സനായിൽ ഒരുമിച്ച് കൂട്ടട്ടെ, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അവിടെ ഒരു സനാ ഉണ്ട് എന്നർത്ഥം. ഒന്നുകിൽ സ്വർഗത്തിലെ ഒരു പ്രത്യേക സ്ഥലത്തിനുള്ള പേര്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥാനത്തിനുള്ള പേര്, എന്തോ ആവട്ടെ അള്ളാഹുവിന്റെ റസൂലും ആ കുടുംബവും ഒരുമിച്ച് കൂടുന്ന ഒരു സനാ ഉണ്ട്. അപ്പോ അച്ചടക്കത്തിൽ തുടങ്ങി ലക്ഷ്യബോധത്തോടുകൂടെ സഞ്ചരിച്ചു ആ സനായിലേക്ക് എത്താനുള്ള വഴിയാണ് എന്ന് ആ ഒരു ഓർമ്മയിലായിരിക്കണം സനായി വിദ്യാർത്ഥികൾ എന്ന് കൃത്യമായി തോന്നിപ്പിച്ചത് അന്ന് ഞങ്ങൾ ശ്രദ്ധപ്പെട്ടതല്ലേ. കുട്ടികളുടെ മുമ്പിൽ ഒരു അവബോധത്തിന്റെ ലോകമാണ് അല്ലേ? ഇനിയും എന്തൊക്കെയാണ് അതിൽ വെളിവാകാൻ എനിക്കറിയില്ല. ഈ തലച്ചോറിന്റെ വികാസം, കുറെ ഇൻഫർമേഷനുകൾ ഒരുമിച്ച് കൂട്ടി പരീക്ഷ എഴുതുക, എന്നിട്ട് ഞാനൊരു വലിയ ആളാവുക എന്നൊക്കെ പറയുന്നതിന്റെ അപ്പുറത്ത് കുട്ടിയുടെ ഉള്ളിൽ അടിസ്ഥാനപരമായി കടന്നു വരേണ്ട വെളിച്ചത്തിന്റെ, പ്രഭയുടെ, കുലീനതയുടെ, ലക്ഷ്യബോധത്തിന്റെ, വികാസത്തിന്റെ വലിയ ഒരു സ്ഥാനത്ത് എത്തിച്ചേരുന്നതിന്റെ ഇടറൂട്ടും അതൊക്കെ ഈ സെനായിൽ ഒരുമിച്ച് കൂടി അതിലേക്ക് കുറച്ച് വൈകിയതിന്റെ ഗുണം. പേരൊക്കെ പ്രഖ്യാപിക്കാൻ അല്പം വൈകിയപ്പോ ആളുകൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരു അസ്വസ്ഥത. ഇൻസ്പെക്ഷൻ ഒക്കെ പോകുമ്പോ കുട്ടികൾ ആകെ ചോദ്യതാണ് പേരൊന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ പരിഹസിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും നമ്മൾ എത്തുന്ന ഒരു തീരവും തുരുത്തും കൂടുതൽ ആശ്വാസത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു ഒറ്റ കാര്യം കൂടി നമുക്ക് ചർച്ച ചെയ്ത്, അതായത് എന്റെ കുട്ടിയെ കുറിച്ച് ഏറ്റവും അധികം ആശങ്കയുള്ള ആളായിരിക്കും ഞാൻ. ഓരോ കുട്ടിനെയും നമ്മളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തൽക്കാലം ഡേ സ്കൂളിങ്ങിന് അയക്കുക, റെസിഡൻസ് സ്ഥാപനത്തിലേക്ക് അയക്കുക. അതിന്റെ അർത്ഥം ആ കുട്ടിയുടെ വ്യക്തിത്വത്തില്, ആ കുട്ടിയുടെ എളിമയായ വശത്തില്, ആ കുട്ടിയുടെ ജീവിതത്തില് ആ കുട്ടിക്ക് വേണ്ട ഇൻപുട്സുകളൊക്കെ കൊടുക്കുക എന്നുള്ളതിന്റെ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഒരു കാലഘട്ടത്തിന്റെ ദൗത്യമാണ്. അത് വെല്ലുവിളി നിറഞ്ഞതാണ്. അതേസമയം സമസ്ത എന്നുള്ള ഒരു നിലക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ സാധ്യതകൾ മികച്ചതാണ്. വലിയൊരു ഹിദമത്താണ് നമ്മൾ ചെയ്യുന്നത്. യാതൊരു സംശയമില്ലാത്ത കാര്യത്തിൽ
സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ പല സംഭവങ്ങളും പറയുന്നുണ്ടല്ലോ. ആ ചില ഘട്ടങ്ങളുണ്ട്, ഒരു നിർണായകമായ ഘട്ടത്തിൽ ആവശ്യമായത് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ബദർ എന്താ, അതൊരു നിർണായകമായ ഘട്ടം. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യല്ല, അവിടെ ആവശ്യമായത്. അപ്പൊ അള്ളാഹു അവരോട് എന്ത് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടംപോലെ ജീവിച്ചോളൂ, ഞാൻ പുറത്തു നിന്നു. അങ്ങനെ പല സംഭവങ്ങളും കാണാം. അസ്ഹാബുൽ കഹ്ഫ് അങ്ങനെ നിർണായകമായ ഘട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞു. അവർ ചരിത്രം ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവോട് നിലനിർത്തി. ഇതാണ് സമസ്ത നമ്മൾ ആലോചിക്കണം. സമസ്ത ഒരു നിർണായകമായ ഘട്ടത്തിൽ സമസ്തയോട് കളിക്കുമ്പോഴും അതുമായി ബന്ധപ്പെടുമ്പോൾ വളരെ സൂക്ഷിക്കണം. എന്നെയോ നിങ്ങളെയോ കണക്കല്ല, അതൊരു നിർണായകമായ ഘട്ടത്തിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി സ്വാലിഹീങ്ങളും ആരിഫീങ്ങളുമാണെന്ന് എല്ലാവർക്കും അറിയുന്ന തുടക്കമായിരുന്നു. അത് അള്ളാഹ് കബൂൽ ചെയ്ത സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അതിനോട് ഒരു കണക്ഷനാണ് നമുക്കുള്ളത്. അതൊരു ശക്തമായ ഒരു എൻജിനെ ഘടിപ്പിച്ച ബോഗികളാണ് നമ്മൾ. അതുകൊണ്ട് രക്ഷിതാക്കൾക്കുള്ള ആശ്വാസം അത് തന്നെ. എല്ലാവരും പറയുന്നത്, നമ്മൾ ആരും കണ്ടിട്ട് എല്ലാവരും വന്നിട്ടുള്ളത് നാളെ ഞാനാവില്ല എന്നറിയാം. ഇത് പൂർണ്ണമായി സമസ്തയുടേതാണ്. പൂർണ്ണ റൈറ്റും സമസ്തക്കാണ്. വേറെ ആർക്കും ഇല്ല, എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. നാളെ എന്നോട് മാറാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് മാറേണ്ടി വന്നാൽ മറ്റൊരു ഇത് 100% സമസ്തയാണ് ഇതിനെ നയിക്കുന്നത്. ആ ഒരു ബോധം, ആ ഒരു കോൺഫിഡൻസും രക്ഷിതാക്കൾക്കുണ്ട് എന്ന് അവരുമായുള്ള പൊതുസമൂഹത്തിന് മൊത്തത്തിലുണ്ട്. ആ ഒരു അനുഭവം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കുള്ള ധൈര്യം, നമ്മളല്ലല്ലോ ഇതിന്റെ പിന്നില് എന്നുള്ള ആ ഒരു ധൈര്യം അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സമസ്ത ഏൽപ്പിച്ച ഒരു മഹാദൗത്യത്തെ ഏറ്റെടുത്തതിന്റെ ചാരിതാർത്ഥ്യം ഹൃദയകാരിയായ അവസ്ഥയിൽ അല്പം വൈകാരികമായി പങ്കുവെക്കുകയാണ് ബഹുമാനനായ അബ്ദുസ്സലാം ബാഖവി ഉസ്താദ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കാലം കാതോർക്കുന്ന ഒരു പദ്ധതി, ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പദ്ധതി, ഗുണനിലവാരമുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടും വൈവിധ്യങ്ങളായ പദ്ധതികളും ആദർശബോധവുമുള്ള, പേരിൽ പോലും ഒരു കുട്ടിയുടെ വളർച്ചയ്ക്കും നന്മക്കും വേണ്ടതെല്ലാമുള്ള ഒരു പദ്ധതിയെ ഇവിടെ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ഒറ്റ വർഷം കൊണ്ട് തന്നെ ഒരു 5-10 വർഷത്തിന്റെ വളർച്ചയും വികാസം, കാഴ്ചപ്പാടിന്റെ വൈപുല്യവും SNEC ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഈ ഒരു ഇന്റർവ്യൂ. പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടേതല്ല, സമസ്തയുടെ റൈറ്റിൽ, സമസ്തയുടെ ആശീർവാദത്തോടു കൂടി, സമസ്തയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഈ ഒരു പദ്ധതിയെ വിശ്വസിക്കാം. നമ്മുടെ കുട്ടികളെ തീർച്ചയായും ഇതിലേക്ക് അയക്കാം. ഇതിന്റെ വലിയ ഭാവി സാധ്യതകൾ മുന്നിൽ കാണുന്ന രീതിയിൽ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പസ്, നമ്മുടെ സ്വന്തമായ ഒരു ഓൺ ക്യാമ്പസിലേക്കും ഇത് കടന്നു വരുന്നു എന്നത് ആഹ്ലാദകരമായ ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഈ വാർഷിക ദിനത്തിന്റെ ഈ ഒരു സന്ദേശം ഒരു വലിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ മികച്ച തുടക്കത്തിന്റെ സന്ദേശമായി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ച് ഈ ഒരു നല്ലൊരു സമയത്ത് നമ്മോടൊപ്പം ഇതിനുവേണ്ടി സമയം അനുവദിച്ച ബഹുമാനനായ അബ്ദുസ്സലാം ബാഖവി ഉസ്താദിനോടുള്ള കടപ്പാട് ഈ സന്ദർഭത്തിൽ അറിയിച്ച് നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.